ബീഫ് ഇല്ലാതെ എന്ത് ക്രിസ്മസും ന്യൂ ഇയറും. ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് കുറച്ചധികം ബീഫ് വാങ്ങി. ഇത് ഹാർട്ടാണ്, മീറ്റല്ലേ? ചിക്കൻ മുറിക്കുന്നത് കുറച്ചുകൂടെ ചെറുതാക്കാം കേട്ടോ. കുറച്ച് ബിഗ് ആയി പോയോ എന്ന് സംശയം. ഓക്കെ, അത് അമ്മ സോർട്ട് ചെയ്തോളാം. ക്രിസ്മസിന്റെ ഇറച്ചിക്കടയോ? കുരുപ്പുകൾ കൂടി ചേർന്നപ്പോൾ ബീഫ് മുറിക്കൽ ഒരു ആഘോഷമായി മാറി. ഇനി വരും ദിവസങ്ങളിൽ ബീഫ് കൊണ്ടുള്ള പലതരം വിഭവങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തരത്തിലുള്ള ബീഫാണ്, അതായത് വാട്ടർ ബഫലോയുടെ ഇറച്ചി. ഇതിവിടെ ന്യൂസിലാൻഡിൽ അത്ര കോമൺ ആയിട്ട് കിട്ടുന്നതല്ല, വളരെ കുറച്ച് ഫാമുകളിൽ ഇത് വളർത്തുന്നുള്ളൂ. നമ്മുടെ സുഹൃത്തും നാട്ടുകാരനുമായിട്ടുള്ള ജോമിയുടെ അടുത്തു നിന്നാണ് വാങ്ങിച്ചത്. ഇത് ക്രിസ്മസ് ആയ ഇന്നല്ല, നാളെ ക്രിസ്മസ്. ഞങ്ങളിപ്പം ഇന്ന് ക്രിസ്മസ് പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അമലേട്ടനുണ്ട്, ചേച്ചിക്ക് ഡ്യൂട്ടി ആയി പോയി, അല്ലെങ്കിൽ ചേച്ചി കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ 27-ാം തീയതിയാണ് കൂടാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 27-ാം തീയതി ചെറിയ കൂടുതൽ വീട്ടില് ചെറിയ പരിപാടി. നിന്നെ കിക്ക് ഇത് തന്നെടാ, ഇത് ആരാ തന്നെ? അവർക്ക് ആ ചോക്ലേറ്റ്സ് ഒന്നും വേണ്ട. അടി ഈ സാധനത്തിനാണ് ക്യാൻഡി കേക്ക്. തരാം ഞാൻ തരാം. പൊട്ടിച്ചത് നുനുന് വേണ്ടേ? അമ്മ ഈക്വലായിട്ട് തരാം. ക്രിസ്മസ് ആയതുകൊണ്ട് അമലയുടെ ഒരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ എന്നാ പറയുക, നമ്മുടെ അവിടെയൊക്കെ കപ്പയെല്ലും കപ്പ ബിരിയാണി ഏഷ്യയാണ്. പിന്നെ എന്നാ പറഞ്ഞത് മുളനഞ്ച്, കപ്പയും മുളനഞ്ച്. എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്തായിട്ടുള്ളവര് അല്ലേ, അതായത് കൂത്താട്ടുകുളം, കോതമംഗലം, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, അങ്ങനെയുള്ള പുറമം, മറഞ്ചേരി, ഇങ്ങനെ ഒരു ഏരിയയിലൊക്കെ അതിന് പല പല പേരുകളാണ്. അത്രയും ചെറിയ ഡിസ്റ്റൻസിൽ നമ്മുടെ നാട്ടിലെ കപ്പ, അത് നമ്മുടെ നാട്ടിൽ നിന്നാണോ നോക്ക്. മലപ്പുറമാണോ? തിരുവനന്തപുരം തുമ്പ. എന്നെ കൊണ്ട് ഈ പണിയൊക്കെ അവളെ അടുപ്പിച്ചോണ്ടിരുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ മതി. കഴുകി എടുത്ത് വെച്ചേക്കുക എല്ലാം. നല്ല മീൻകറി. മെറി ക്രിസ്മസ്. നമ്മുടെ ഇറച്ചി ഇടാൻ പോവാണ്. കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വാട്ടി വെച്ച കപ്പ. ഇനി അടുത്തത് അച്ചായൻ്റെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ കളറൊക്കെ കിടുവേട്ടോ. ഇതിലൂടെ കുറച്ച് സവാളയും കൂടി ഇട്ടാലേ കപ്പ ബിരിയാണിയുടെ ഒരു അല്ലേ? അതെ, പൊക്കിയിട്ട്. Wish you a Merry Christmas. We wish you a Merry Christmas. Happy New Year. കപ്പ ബിരിയാണി അത് ഇവിടെ ഇച്ചിരി 5-star ഫെസിലിറ്റി ആണ്. ശരിയാണ്, താമസ സൗകര്യം. ആക്ച്വലി നമ്മുടെ നാട്ടില് ഈ സവോള വായിൽ വെള്ളം വരുത്തുണ്ട് കാണുമ്പോ. ഈ സവോള ഇടുന്ന ഒരു പരിപാടി നമുക്കില്ല, പക്ഷെ നമ്മളത് ആ ശീലിച്ചെന്ന് പറഞ്ഞാൽ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുമ്പോഴാണ് ഈ സാധനമായിട്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞു അല്ല, ഇങ്ങനെയാണല്ലോ നമ്മള് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ട്. അമലേ, എന്നാ എല്ലാവർക്കും എടുത്തു. പിള്ളേര് വാ, കിക്കു നിന്നു വാടാ. റെഡി. ഫുഡ് റെഡി. ചവാല കഴിച്ചോ? ചവാല ഇവിടെ എന്താ സംഭവം? ചൂടാണോളാ? കൈ കഴിച്ചാൽ മതി. ചെറുതായിട്ടല്ലേ ഉള്ളൂ. നമ്മളെല്ലാം സ്പൂൺ ഉപയോഗിച്ചെങ്കിലും നുന്നുവാണ് കറക്റ്റായിട്ട് കഴിക്കുന്നത്. അതെ, ശരിയാണ്. ഞാൻ സ്പൂൺ ഉപയോഗിച്ചില്ല, അറിഞ്ഞില്ല. ഇവള് എന്തൊക്കെ കാണിച്ചാലും കേരളം വിട്ടൊരു കളിയില്ല. നാടൻ. അവള് ഏത് ഫോറിൽ ചോദിച്ചാലും ഞങ്ങളോട് നാട്ടിൽ വരുമെന്നല്ലോ വരുമെന്ന് പറഞ്ഞു. ചുമ്മാ ഓരോ കോമ്പാളത്തിനെ കാണിക്കും.
ഇനി വരുന്ന ദിവസം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ ലളിതമായിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു. ഇനി നമ്മുടെ ബാക്കി വന്ന കപ്പ ബിരിയാണി അടുത്ത തവണ ചൂടാക്കുമ്പോൾ കുറച്ച് കടുകും പൊട്ടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കപ്പയൊന്നും ചൂടാക്കിയെടുക്കണം. പറ്റിയാൽ കുറച്ച് സമയം അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ചൂടാക്കിയിട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ കപ്പ ബിരിയാണിയാണ്.